കഴിഞ്ഞ ബുധനാഴ്ച 3 സിസ്റ്റേഴ്സിൻ്റെ ഫൈനൽ പ്രൊവിഷന് പങ്കെടുക്കാൻ പോയി. ഞങ്ങളൊരു 20ഓളം അച്ഛന്മാരുണ്ടായിരുന്നു. പരിപാടിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അന്ന് രാത്രി എനിക്ക് പരിചയമുള്ളൊരു സിസ്റ്റർ ഈ ഗ്രൂപ്പ് ഫോട്ടോ വാട്സാപ്പിൽ എനിക്ക് അയച്ചേക്കുകയാണ്. എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ സിസ്റ്ററെ വിളിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ അത് ഡിസ്റ്റർബിങ് ആണ് ആ ഫോട്ടോ. വേറെ ഒന്നുമല്ല അച്ഛാ, റിലീജിയസ് ലൈഫിൻ്റെ റെലവൻസ് എന്താണ്? ഞങ്ങൾ സിസ്റ്റേഴ്സ് ഇന്ന് എല്ലായിടത്തും അവഹേളിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ അണ്ടർവാല്യൂ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ അത് നിങ്ങൾ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും തന്നെ അവഹേളിക്കപ്പെടുന്നുണ്ട്. അത് ക്രിസ്തു നമുക്ക് നേരത്തെ തന്നെ തന്നിട്ടുള്ള പ്രോമിസല്ലേ, പ്രവചനമൊന്നുമല്ല, പ്രോമിസല്ലേ, നിങ്ങൾ എൻ്റെ പേരിൽ അവഹേളിക്കപ്പെടും എന്നുള്ളത്. അന്നേ ദിവസം തന്നെയാണ് യു പിയിലെ ഗാസിയാബാദിൽ സിസ്റ്റേഴ്സ് നടന്നൊരു സ്കൂളിനെതിരെ അലഗേഷൻ ഉണ്ടാവുന്നത്. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ പോലീസിൽ കേസ് കൊടുക്കുകയാണ്, നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. ശരിക്കുള്ള സംഭവം എന്താണ്? അവർ 2 വർഷമായിട്ട് അവിടെ പഠിപ്പിക്കുന്ന PT ടീച്ചറാണ്. അവരുടെ കുട്ടികളോടും കോളീഗ്സിനോടും ഉപയോഗിക്കുന്ന മോശം ഭാഷ, അവർ വൈകി വരുന്നു, പൈസയിലുള്ള മിസ്മാനേജ്മെൻറ്റ്, ഇതൊക്കെ മാനേജ്മെൻറ്റ് എപ്പോഴും ചോദിക്കുമായിരുന്നു. അതിൻ്റെ പേരിലുള്ള ദേഷ്യമാണ് ഇവർ കൊണ്ട് കേസ് കൊടുത്തത്. പിറ്റേ ദിവസം അവർ ആ കേസ് പിൻവലിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് അവരോട് ക്ഷമിക്കുന്നുണ്ട്. നമുക്ക് പലർക്കും ഉള്ളൊരു പരാതിയാണ്, വിഷമമാണ്, ഇത്രയൊക്കെ നന്മ ചെയ്തിട്ട് എന്തുകൊണ്ട് ആൾക്കാർ തിരിച്ചറിയാത്തത്? എന്തുകൊണ്ട് ആൾക്കാരിങ്ങനെ തിരിച്ചടിക്കുന്നത്? ഇവിടെ നമ്മൾ ഈശോയുടെ സ്റ്റാൻഡ് എടുത്താൽ മതി, ഈശോയുടെ ഒരു ഹ്യൂമിലിറ്റി എടുത്താൽ മതി. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ പിന്നാലെ വരുമെന്നുള്ളൊരു മണ്ടൻ വിചാരം ഈശോക്ക് ഉണ്ടായിരുന്നില്ല. ഈശോക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നു. ആ ഹ്യൂമിലിറ്റിയാണ് നമുക്കും ഉണ്ടാവേണ്ടത്. എല്ലാ മനുഷ്യരും നമ്മുടെ പിന്നാലെ വരില്ല. അങ്ങനെ വരാത്തവരെ അല്ലെങ്കിൽ നമ്മൾ പീഡിപ്പിക്കുന്നവർ നമ്മളെങ്ങനെ പെരുമാറണം അത് ഈശോ പറയുന്നുണ്ട്. കാരണം ഇന്നത്തെ ഗോസ്പൽ അവസാനം പറയുന്നത് എന്താ? എന്നെ അയച്ചവൻ അവരറിയുന്നില്ല. അറിവുകേട് കൊണ്ടാണത്, അറിവില്ലായ്മ കൊണ്ടാണത്. അതുകൊണ്ടാണല്ലോ കുരിശിൽ കിടന്ന് ഈശോ പ്രാർത്ഥിക്കുന്നത്, ഇവരെന്താണ് ചെയ്യുന്നതിന് അറിയുന്നില്ല, ഇവർ ക്ഷമിക്കണമേ. ഇവരെന്താണ് ചെയ്യുന്നത് അറിയുന്നില്ല. അപ്പം നമ്മളെ ആളുകൾ അവഹേളിക്കുന്നുണ്ടോ, പീഡിപ്പിക്കുന്നുണ്ടോ? ഓർത്തോ, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതും നമ്മളെ ആരുടെ പണിയാണ് ചെയ്യുന്നതെന്നും അവരറിയാത്തത് കൊണ്ടാണ്.